മീഡിയാസിലേക്ക് സ്വാഗതം. കലു ഡെന്നീസിൻ്റെ മകൻ ഡീൻ ഡെനു ഡെന്നീസിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന സാക്ഷാത്കാരമാണ് ബസൂക്ക. ഏറെ നാളുകളായി നമ്മൾ കാത്തിരിക്കുന്ന സിനിമയാണ്. മമ്മൂട്ടിയെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സിനിമ മാത്രമായിരിക്കാം അദ്ദേഹത്തിൻ്റെ 400 സിനിമകളിൽ വരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സിനിമ വേറെ ഒരു നടനും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗംഭീരം അല്ലെങ്കിൽ വ്യത്യസ്തത പുലർത്തുന്ന കാര്യം. ഇത്ര സ്റ്റൈലിഷായിട്ട് അഭിനയിക്കാൻ മലയാളത്തിൽ നടന്മാരില്ല. എന്തിന് രണ്ടാമതൊരു നടനെ ചിന്തിക്കാൻ പോലുമില്ല. അങ്ങനെ ബസൂക്കയുടെ വമ്പൻ അപ്ഡേറ്റുകളുമായിട്ടാണ് ഇന്ന് വരുന്നത്. ബസൂക്കയുടെ ട്രെയിലർ ഓൾറെഡി സെറ്റായിരിക്കുന്നു എന്നുള്ളതാണ്. ഫെബ്രുവരി 5 മുമ്പ് തന്നെ ഇതിൻ്റെ ട്രെയിലർ പുറത്തു വരുമെന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. സിനിമ ഒരു ഗെയിം ത്രില്ലർ വിഭാഗത്തിൽ വരുന്നതാണ്. ഒരു പരീക്ഷണ ചിത്രമാണ് എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞതാണ്. അത്യാവശ്യം നല്ല ബിഗ് ബഡ്ജറ്റിലാണ് സിനിമ റിലീസിനെത്തുന്നതും. എന്താണെങ്കിലും സിനിമ ഫെബ്രുവരി 14 ഇപ്പോൾ റിലീസ് തീയതിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചും വലിയ രീതിയിലുള്ള അപ്ഡേറ്റുകളൊന്നും വരുന്നില്ല. ഫെബ്രുവരി ആദ്യ വാരം മുതൽ തന്നെ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള പ്രൊമോഷൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഇടയിൽ വരികയാണ്. വേറൊന്നുമല്ല, സിനിമയുടെ റിലീസ് തീയതി ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. ഫെബ്രുവരി 21 പോകാനുള്ള ചാൻസുകളുണ്ട്. കാരണം ഇതൊരു വലിയ സിനിമയാണ്. ഇത് 300 മുകളിലുള്ള തിയേറ്ററുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന മറ്റൊരു ചിത്രവും കൂടി, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോഷാക്കിന് ശേഷം അതിന് അത്രത്തോളം വ്യത്യസ്തത പുലർത്താൻ കഴിയുന്ന ഒരു ചിത്രം എന്നാണ് ഈ ഒരു സിനിമയെ കുറിച്ച് ഇൻസൈഡ് റിപ്പോർട്ടുകളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്റ്റൈലിഷ് വേഷങ്ങൾ ചെയ്യാൻ മലയാളത്തിൽ ഇന്ന് ആരുമില്ല എന്നുള്ളതാണ്. പണ്ട് ചിലപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അന്നും മമ്മൂട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൈഡിൽ ബാക്കിയുള്ളവരൊക്കെ വല്ലപ്പോഴും ഒക്കെ വന്ന് ഏതെങ്കിലും ഒരു റോളൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇന്ന് ശരിക്കും സ്റ്റൈലിഷ് റോൾ വരാൻ വേറെ ഒരു നടനില്ല. അത് യൂത്തിലുമില്ല, അതുപോലെ തന്നെ ഓൾഡ് ടീംസിലും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ബസൂക്കയുടെ മറ്റൊരു ഗംഭീരമായിട്ടുള്ള കാര്യം വന്നിരിക്കുന്നത്, ഫാൻ ഷോ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിലും ഫാൻ ഷോസ് തുടങ്ങുന്നു എന്നുള്ളതാണ്. അതിനകത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സിനിമ എന്ന് റിലീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്? ഫെബ്രുവരി 14 ഫെബ്രുവരി 21 എന്നുള്ളതാണ്. എന്തായാലും സിനിമ മലയാളത്തിലെ അടുത്ത 50 കോടി ആണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ റേഞ്ചിലേക്കുള്ള സിനിമ തന്നെയാണ്. മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ഗെറ്റപ്പും സ്റ്റൈലിഷ് പെർഫോമൻസും കാണാൻ കൊതിക്കുന്ന ആരാധകർക്ക് ഈ സിനിമ ഉത്സവം തന്നെയായിരിക്കും. വ്യത്യസ്തത പുലർത്തുന്ന സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമ പ്രേമികൾക്ക് ഇതൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും. നല്ല സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിക്കും ഇതൊരു ഗംഭീര സിനിമ തന്നെയായിരിക്കും എന്നുള്ളതിനും സംശയങ്ങളൊന്നുമില്ല. കഴിഞ്ഞ 10-15 മമ്മൂട്ടി സിനിമകൾ നോക്കിയാൽ എല്ലാം ഒന്നിനൊന്നിന് വ്യത്യസ്തമാണ്. അതായത് ഒരിക്കൽ പോലും മമ്മൂട്ടിയെ കാണാനില്ല സിനിമകളിൽ. എല്ലാം വ്യത്യസ്തത പുലർത്തുന്ന കഥാപാത്രങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് കമൻസുകൾ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തതിന് ഗ്രേറ്റ് വീഡിയോസ്.